അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു രവീന്ദ്രൻ മാസ്റ്ററുടെ കൂടെ വർക്ക് ചെയ്യുന്നത്? അയ്യോ, അത് ഈ പറഞ്ഞ പോലെ ഒരു സിംഹത്തിന്റെ മുമ്പിൽ പോയി നിന്ന പോലെ എനിക്ക് ആദ്യം. സാറ് ഭയങ്കര സൈസാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കുമ്പോൾ പുള്ളിയെക്കുറിച്ചുള്ള ധാരണ ഒക്കെ വെച്ചിട്ടാണല്ലോ ഞാൻ ചെല്ലുന്നത്. ഞാൻ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഒരു വലിയൊരു അജാനുബാഹമായിട്ടുള്ള ഒരാള്. അപ്പോൾ ഇത്രയും വലിയ വലിയ പാട്ടുകളൊക്കെ ചെയ്തിട്ടുള്ള ഗ്രേറ്റ് ഒരു മ്യൂസീഷ്യന്റെ മുമ്പിലല്ലേ ഞാനിപ്പോൾ പറഞ്ഞൊരു സിംഹത്തിന്റെ മറയിൽ ചെന്ന എലിക്കുഞ്ഞിനെ പോലെ ഞങ്ങൾ നിൽക്കുകയായിരുന്നു. പക്ഷെ വളരെ എന്താ പറയണ്ടേ, വളരെ സ്നേഹമുള്ള ആളാണ് സാറ് വളരെ എന്താ പറയുക, ക്രിയേഷൻ വളരെ രസമാണ്. സാറ് ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെ നമ്മളവിടെ സാറിൻ്റെ വീട്ടിൽ ചെന്നാൽ പാട്ട് കമ്പോസ് ചെയ്തതേ ഉള്ളൂ. കാരണം ഒരു 90% കാര്യങ്ങൾ സംസാരിക്കുന്നത് ദാസാറിനെ കുറിച്ചായിരിക്കും. ബാക്കി ഒരു 10% പിന്നെ ചെന്നൈ എന്നുള്ള നഗരത്തെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും പാട്ട് ചെയ്താൽ അങ്ങനെയാണ്. അത് വലിയ അനുഭവമാണ്. കുറച്ച് പാട്ടുകൾ സാറിന്റെ അടുത്ത് നിന്ന് പഠിക്കാൻ പറ്റി. നിറയെ ഡിവോഷനിലൊക്കെ പാടിയിട്ടുണ്ട്. അതെ, സാറിന്റെ കുറച്ച് വിരലുണ്ടാവുന്ന പാട്ടുകൾ എൻ്റെ ശബ്ദത്തിൽ വന്നിട്ടുള്ളൂ. പിന്നെ കുറച്ച് ട്രാക്സ് എക്സ്പീരിയൻസ്